لا إله إلا الله كما صليت اللهم بارك على محمد كما باركت اللهم رب إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا. സ്നേഹമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൃഷ്ടാവും പരിപാലകനും സംരക്ഷകനുമായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ, അവന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാമിലെ ഏറ്റവും മഹത്തായ ഇബാദത്ത്, ആരാധന ഏതാണ്? നാളെ പരലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന കർമ്മം ഏതാണ്? വിശ്വാസിയെയും അവിശ്വാസിയെയും പരസ്പരം വേർതിരിക്കുന്ന കർമ്മം ഏതാണ്? ഈ ചോദ്യങ്ങളുടെ ഉത്തരം അറിയാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ ആരും തന്നെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതാണ് നമസ്കാരം. ആ നമസ്കാരത്തിന്റെ മഹത്വം, അതിന്റെ പ്രാധാന്യം അറിയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും.
എന്നാൽ ആ ഒരു നമസ്കാരം ജമാഅത്തായി കൊണ്ട് നിർവഹിക്കുന്ന കാര്യത്തിലാണ് നമ്മൾ വീഴ്ചകൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. നമസ്കാരത്തിന്റെ പ്രാധാന്യം അതൊരു ടോപ്പിക്കാണ്. ആ നമസ്കാരത്തിന്റെ കൂട്ടത്തിൽ ജമാഅത്ത് നമസ്കാരത്തിന്റെ പ്രാധാന്യം മറ്റൊരു വിഷയമാണ്. അതുപോലെ ജമാഅത്തുകളുടെ മഹത്വവും അതിന്റെ പ്രാധാന്യവും ആ ദിവസത്തിന്റെ മഹത്വവും മറ്റൊരു വിഷയമാണ്. ഓരോരോ വിഷയങ്ങളായി തിരഞ്ഞെടുത്ത് പല ഖുതുബകളിലൂടെ വളരെ വിശദമായി വളരെ സുന്ദരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഓരോരോ ടോപ്പിക്കുകളാണ്. ഇന്ന് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ആ ജമാഅത്ത് നമസ്കാരങ്ങളുടെ കൂട്ടത്തിൽ സുബ്ഹി നമസ്കാരത്തിന്റെ പ്രാധാന്യം, ആ ഒരു സുബ്ഹി ജമാഅത്തായി നമസ്കരിക്കുന്നതിന്റെ പവിത്രത മഹത്വം എത്രത്തോളമാണ് എന്നതിനെ സംബന്ധിച്ച് മാത്രമാണ് ചില കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, പലപ്പോഴും വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിനായി നമ്മുടെ നാട്ടിലെ പള്ളികളിൽ തിക്കും തിരക്കും കാണാറുണ്ട്. എന്നാൽ അതേ പള്ളിയിൽ 5 നേരത്തെ ജമാഅത്ത് നമസ്കാരത്തിനോ വിരലിലുണ്ടാകുന്ന ചില ആളുകൾ മാത്രം നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ആലോചിച്ചു നോക്കൂ, ജുമാ നിസ്കരിച്ച എല്ലാവർക്കും 5 നേരത്തെ നിസ്കാരം ജമാഅത്തായി നിർവഹിക്കൽ നിർബന്ധമാണ്. 5 നേരത്തെ നിസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്ന ആളുകളിൽ തന്നെയും ധാരാളം ആളുകൾ സുബ്ഹി നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പലപ്പോഴും പല ആളുകളും എപ്പോഴാണോ ഉറക്കം ഉണരുന്നത് അപ്പോഴാണ് സുബ്ഹി നമസ്കരിക്കുന്നത്. സുബ്ഹിയുടെ സമയം കഴിഞ്ഞിട്ടില്ലല്ലോ, സൂര്യൻ ഉദിക്കുന്നത് വരെ സുബ്ഹി നമസ്കാരത്തിന് സമയമുണ്ടല്ലോ എന്നൊക്കെ കരുതി ഇത്തരം ആളുകൾ ആശ്വസിക്കുകയും ചെയ്യും. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച ദിവസത്തെ സുബ്ഹിക്ക് ഏറ്റവും ശ്രേഷ്ഠതയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 5 നേരത്തെ നിസ്കാരത്തിൽ സുബ്ഹിക്കുള്ള ശ്രേഷ്ഠത, അതിൽ തന്നെ വെള്ളിയാഴ്ച സുബ്ഹിക്ക് പ്രത്യേകമായ ചില ഫളിലുകളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവെങ്കിൽ, ഇന്ന് ഞാൻ സുബ്ഹിക്ക് നോക്കുമ്പോ വെറും 5 ആളുകളാണ് നിസ്കരിക്കാനുള്ളത്. അതിൽ 4 ആളുകളും പ്രായം ചെന്നവരാണ്. 5 ആളുകൾ, അതിൽ 4 ആളുകളും പ്രായമുള്ള ആളുകളാണ്. ബാക്കിയുള്ള ആളുകൾ അല്ലെങ്കിൽ ചെറുപ്പക്കാരൊക്കെ ഇന്ന് സുബ്ഹിക്ക് എവിടെയായിരുന്നു? സഹോദരങ്ങളെ, ഒന്നാമതായി ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എപ്പോൾ ഉറക്കം ഉണർന്ന് എഴുന്നേൽക്കുന്നുവോ അപ്പോഴല്ല സുബ്ഹിയുടെ സമയം, അപ്പോഴല്ല സുബ്ഹി നമസ്കരിക്കേണ്ടത്. മറിച്ച് പരിശുദ്ധ ഇസ്ലാമിൽ ഓരോ നമസ്കാരത്തിനും കൃത്യമായ സമയം നിർണയിച്ചിട്ടുണ്ട്. ആ സമയത്താണ് നമ്മൾ നമസ്കരിക്കേണ്ടത്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത. ഇന്ന സ്വലാത്ത, തീർച്ചയായും നിസ്കാരം, കാനത്ത് അലൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ മേൽ ബാധ്യതയാകുന്നു. കിതാബം മൗഖൂത, സമയം നിർണയിക്കപ്പെട്ട നിർബന്ധമായ ഒരു ബാധ്യതയാണ് വിശ്വാസിക്ക് നിസ്കാരമെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ സൂറത്തുൽ ബഖറയിലെ 103-ാമത്തെ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദന ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, അസ്സലാത്തു അലാ വഖ്തിഹാ, നമസ്കാരം അതിന്റെ സമയത്ത്, ഓരോ നമസ്കാരത്തിനും നിശ്ചയിക്കപ്പെട്ട ആ അവ്വല് വഖ്തിൽ, ആ സമയത്ത് കൃത്യമായി നമസ്കാരം നിർവഹിക്കലാണ്
ഏറ്റവും അഫ്ളലായ കാര്യമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമ്മളോ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞ്, ആവശ്യ പൂർത്തീകരണമെല്ലാം കഴിഞ്ഞ് എപ്പോഴാണോ എനിക്ക് സമയം ലഭിക്കുന്നത് അപ്പോഴ് ചെയ്യേണ്ട ഒരു കർമ്മമായി പലപ്പോഴും നമ്മൾ നമസ്കാരത്തെ കാണുന്നവരായി മാറുന്നു. സഹോദരങ്ങളെ, അപ്പോ ഈ ഒരു വിഷയം നമ്മൾ നിർബന്ധമായി വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതും അത് നമ്മളിൽ ഓരോരുത്തരുടെയും ബാധ്യതയാണെന്നുള്ള തിരിച്ചറിവും പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം. പുരുഷനും സ്ത്രീക്കും ഇത് ഒരുപോലെ ബാധകമാണ്. നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളത് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും മേൽ ബാധ്യതയാണ്. പക്ഷെ സ്ത്രീകൾക്കത് നമസ്കാരം വീട്ടിൽ നിന്ന് നിർവഹിക്കാം. എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പള്ളിയിൽ വന്ന് ജമാഅത്തായി തന്നെ നിർവഹിക്കണം. ഏറ്റവും കുറഞ്ഞത് സുബഹി ബാങ്ക് കേൾക്കുന്ന സമയത്തെങ്കിലും ഓരോരുത്തരും ഉണരാൻ ശ്രമിക്കണം. അതിനു മുമ്പേ ഒരു വിശ്വാസിയുടെ വീട്ടിൽ സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പേ വെളിച്ചമുണ്ടാകണം. അതാണ് ഒരു മുസ്ലിം ഭവനം. സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പേ എഴുന്നേറ്റ് അതുപോലെ തഹജ്ജുദ് നിസ്കരിച്ച് ആ വീട്ടിൽ പ്രകാശമുണ്ടാകണം. ഇനിയോ ഏറ്റവും കുറഞ്ഞത് ബാങ്ക് കൊടുക്കുമ്പോഴെങ്കിലും ഉണരുന്ന വീടുകളായിരിക്കണം നമ്മുടെ വീടുകൾ. അതുകൊണ്ടാണ് പ്രത്യേകം ആ ബാങ്കിൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് കൂട്ടിച്ചേർക്കപ്പെട്ടത്. നമസ്കാരത്തെക്കാൾ ഉറക്കത്തെക്കാൾ നല്ലത് നമസ്കാരമാണ് എന്ന് വിളിച്ചു പറയുമ്പോ നമ്മൾ നമ്മുടെ മനസ്സിൽ വിളിച്ചു പറയുക അല്ല, നിസ്കാരത്തെക്കാൾ നല്ലത് ഉറക്കമാണ്. വീണ്ടും നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോ കുറച്ചുകൂടി ശക്തമായി ഉറക്കത്തിലേക്ക് നമ്മൾ വഴുതി വീഴുന്നു. അങ്ങനെ സുബഹി നമസ്കാരം നഷ്ടപ്പെടുന്നു. പലരും പല കാരണങ്ങളും പറയും അതിന്. പലരും സുബഹി നമസ്കാരത്തിന് ജമാഅത്തിൽ ഹാജരാകാതിരിക്കുന്നതിനും കൃത്യമായ നമസ്കാരത്തിന് വരാത്തതിനും പല കാരണങ്ങൾ നിരത്താറുണ്ട്. എന്നാലോചിച്ചു നോക്കൂ. ചില ആളുകൾ പറയും അലാറം വെച്ചു എന്നിട്ടും അറിയുന്നില്ല. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ഫുട്ബോളിന്റെ ലഹരിയാണല്ലോ ലോകം. 3:30 കളി കണ്ടെന്ന് വിചാരിച്ച കൃത്യം 3:30 അലാറം വെച്ച് ആ കളി കാണാൻ വേണ്ടി നമ്മുടെ മക്കളൊക്കെ എഴുന്നേൽക്കും, നമ്മളും എഴുന്നേൽക്കും. കറക്റ്റ് 3:30 മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റ് പൂർണ്ണമായും ആ കളി കണ്ട് അങ്ങനെ തന്നെ ഉറക്കത്തിലേക്ക് പോയി പിന്നെ എഴുന്നേൽക്കുന്ന 10 മണിക്ക്. സുബഹിയും വേണ്ട, നിസ്കാരം വേണ്ട, ഒന്നും വേണ്ട. 4 മണിക്ക് നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകണം, അല്ലെങ്കിൽ ട്രെയിനാകട്ടെ ബസ്സാകട്ടെ അത് കൃത്യമായി ബുക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ നേരത്തെ എഴുന്നേറ്റ് കുടുംബത്തെ വിളിച്ചുണർത്തി കൃത്യസമയത്ത് നമ്മൾ ആ ട്രെയിനിലും ബസ്സിലും എത്തിയിരിക്കും. സംശയമുണ്ടോ? പിന്നെ എന്തേ സുബഹിക്ക് മാത്രം നമുക്ക് ഒരു പ്രശ്നം? അപ്പൊ നമ്മൾ ശ്രമിച്ചാൽ കൃത്യസമയത്ത് എഴുന്നേൽക്കാനും അത് കൃത്യമായി അലാറം വെക്കാനും കൃത്യസമയത്ത് ജമാഅത്തിന് വേണ്ടി പള്ളിയിൽ ഹാജരാകാനും സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സഹോദരങ്ങളെ, മതിയായ കാരണങ്ങളില്ലാതെ നിസ്കാരം അതിന്റെ സമയത്തിൽ നിന്ന് പിന്തിച്ച് നമസ്കരിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ അടുക്കൽ വളരെ ഗൗരവമായ അല്ലെങ്കിൽ ശിക്ഷാർഹമായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. എന്താണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അദാഉ സ്വലവാത വത്തബഉ ശഹവാത് ഫസൗഫ യൽകൗന ഒയ്യാ. 19-ാമത്തെ സൂറത്തിൽ മറിയമിലെ 59-ാമത്തെ വചനം. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, എന്നിട്ട് അവർക്ക് ശേഷം അവരുടെ സ്ഥാനത്ത് ഒരു തലമുറ വന്നു. എന്നിട്ട് അവർക്ക് ശേഷം അവരുടെ സ്ഥാനത്ത് ഒരു പിൻതലമുറ വന്നു. അദാഉ സ്വലവാത്ത്, അവർ നമസ്കാരങ്ങളെ പാഴാക്കി. വത്തബഉ ശഹവാത്ത്, അവർ ദേഹേച്ഛകളെ പിൻപറ്റുകയും ചെയ്തു. ഫസൗഫ യൽകൗന ഒയ്യാ, അവർ ദുർമാർഗത്തിന്റെ ഫലം കണ്ടെത്തുക തന്നെ ചെയ്യും. ഉണ്ടോ? അവരുടെ സ്ഥാനത്ത് മറ്റൊരു സമൂഹം വന്നു, അവർ നമസ്കാരത്തെ പാഴാക്കി. ഈ ആയത്തിൽ പറഞ്ഞ അവർ നമസ്കാരം പാഴാക്കി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിപൂർണമായി ജീവിതത്തിൽ നിന്ന് നമസ്കാരം ഒഴിവാക്കിയവരല്ല, മറിച്ച് നമസ്കരിക്കുന്ന ആളുകളിൽ തന്നെ നിസ്കാരം അതിന്റെ സമയത്തിൽ നിന്നും
പിന്തിച്ച് നമസ്കരിക്കുന്നവരെ സംബന്ധിച്ചാണ് ഈ ആയത്ത് എന്ന്